unstoppable. I'm a pusher with no brakes. I'm invincible. Yeah, I'm unstoppable today. സബ്സ്ക്രൈബ് ചെയ്ത് ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റർഡ് ടെക്. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് മടിയായിട്ടല്ല, സമയം കിട്ടാഞ്ഞിട്ടാണ് ഗൈസ്. ലെറ്റ് ഇറ്റ് ബി എനിത്തിങ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. മാക്ബുക്ക് എയർ M1 2025 വാങ്ങണോ വേണ്ടെന്നതാണ്. ആൻഡ് ഈ വീഡിയോ പറയാൻ പോണ എൻ്റെ കാര്യം എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. മാക്ബുക്ക് എയർ M1 2020 ആപ്പിളിൻ്റെ ആദ്യത്തെ സിലിക്കൺ പ്രോസസ്സറും വെച്ചിറക്കിയ ഒരു ദ ബീസ്റ്റ് ലാപ്ടോപ്പ് എന്നൊക്കെ പറയാം. M1 കഴിഞ്ഞ് M2 ഇറങ്ങി, M3 ഇറങ്ങി, M4 ഇപ്പം നിൽക്കുകയാണ്. അടുത്ത ജനറൽ M5 ഇറങ്ങുമെങ്കിലും ഈ 5 വർഷം കൊണ്ട് M1 പ്രൈസ് 80,000 രൂപയിൽ നിന്ന് ഒരു 50,000 രൂപ വരെ താഴ്ന്നിട്ടുണ്ട്. 80,000 രൂപയുള്ള ഒരു വിൻഡോസിന്റെ ലാപ്ടോപ്പ് ഒരു 5 വർഷം കഴിഞ്ഞ് 50,000 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടണമെങ്കിൽ ആരെങ്കിലും വാങ്ങും? ഇല്ല. പക്ഷെ M1 ലാപ്ടോപ്പ് ആൾക്കാർ ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ഇതിന്റെ കറന്റ് പ്രൈസായ 50,000 രൂപന്റെ പ്രൈസ് റേഞ്ചിൽ വേറൊരു വിൻഡോസ് ലാപ്ടോപ്പോ വേറെ ഏത് ലാപ്ടോപ്പും തരാത്തൊരു പെർഫോമൻസ് അത് തരും. വിൻഡോസിന്റെ ഒരു H സീരീസ് ലാപ്ടോപ്പ് കിട്ടുമെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ പോരായ്മകളുണ്ട്. ഏതൊരു അത് ഗ്രാഫിക്സ് കാർഡിലായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം. ഫിസിക്കലി മെയിനായിട്ട് വരുന്നത് ഈ ഹിഞ്ചസിന്റെ സംഭവമായിരിക്കും. ഹിഞ്ചസ് വേഗം ഇത്തിരി ഫ്ലാപ്പി ആയി തുടങ്ങും. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. സോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് UNFT മോഷൻസ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് എഡിറ്റിംഗ് സ്റ്റൈലാണ് വേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് തരും. ആൻഡ് ഞങ്ങളുടെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടു ഉറപ്പായിട്ടും. സോ ട്രൈ ടു കോൺടാക്ട് us ഓൺ ദിസ്. ആൻഡ് ഇവിടെയാണ് M1 സ്കോർ ചെയ്യുന്നത്. അടിപൊളി ഹിഞ്ച്, അടിപൊളി ഡിസ്പ്ലേ, അടിപൊളി പെർഫോമൻസ്, അടിപൊളി കീബോർഡ്, ഓൾമോസ്റ്റ് എല്ലാം ടോപ്പ് നോച്ച് തന്നെയാണ്. ആൻഡ് വിൻഡോസ് ലാപ്ടോപ്പ് വരുന്നതും മാക്കിൽ ഇല്ലാത്തതായിട്ടൊരു സാധനമുണ്ട്, ഫാൻ. വളരെ ഹെവി ഡ്യൂട്ടി ടാസ്ക് ചെയ്യുമ്പോൾ ലാപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നല്ലാണ്ട് അങ്ങനെ വലിയ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഒന്നുമില്ല. സോ ഫൈനലി നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവായ ഒരു ടാസ്ക് ചെയ്യണം, നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യണം, ലൈറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ ഡോക്യുമെന്റ്സ് വായിക്കണം, പവർ പോയിന്റ് പ്രസന്റേഷൻ അതുപോലെയൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ് അണ്ടർ 50K. അപ്പോൾ ഗൈസ് ഞാൻ പോയി ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ. See you guys അടുത്തൊരു